ശ്രദ്ധിക്കുക. നിങ്ങൾ ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം പോലുള്ള യുപിഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായാണ്. പണം ഇന്നിപ്പോൾ കയ്യിൽ നിന്ന് കൈമാറ്റം ചെയ്യുന്ന കാലം കഴിഞ്ഞു. ഇന്ന് പണം മൊബൈൽ ഫോണിലൂടെ ഒരു ക്ലിക്കിൽ കൈമാറുന്ന ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഇനി പണം വെറും നമ്പറുകൾ മാത്രമാകാൻ അധികകാലമില്ല. നമ്മുടെ ജീവിതം അത്രമേൽ എളുപ്പമാക്കിയ ഈ ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് ചില ചതിക്കുഴികളുമുണ്ട്. പേര് നോക്കി പണമിടപാട് നടത്തുന്നത് ഇപ്പോൾ വളരെ അപകടകരമാണ്. യുപിഐ ഐഡികൾ സ്മാർട്ടായി മാറ്റി ദിവസേന നിരവധി തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ട്രാൻസാക്ഷനും മുൻപ് നന്നായി ചിന്തിക്കണം. സ്ക്രീനിൽ ഒരു തട്ടിപ്പിന്റെ ഉദാഹരണം കാണിക്കുന്നു. സ്റ്റിച്ചിംഗ് ഷോപ്പിലേക്ക് ഡ്രസ്സ് വാങ്ങാൻ വരുന്നയാൾ: പെട്ടെന്ന് തന്നെ തീർത്തല്ലോ, എത്രയായി? ഒരു 300 രൂപ. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഞാനിവിടെ സ്ഥിരമായി ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതല്ലേ, പേയ്മെന്റ് ശരിയായി വരും. അരുൺ ഫോണെടുത്ത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ തുറക്കുന്നു. ക്യാഷ് വന്നോയെന്ന് നോക്കിയേ. ബിന്ദു ഫോൺ എടുത്തു നോക്കുന്നു. ഇല്ലല്ലോ അരുൺ, എനിക്ക് മെസ്സേജൊന്നും വന്നില്ലല്ലോ. അയച്ച പേയ്മെന്റ് വീണ്ടും പരിശോധിക്കുന്നു. അരുൺ, പേര് ബിന്ദു എന്ന് തന്നെയാണ്. അയച്ചത് എന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എവിടെ പോയി ക്യാഷ്? അരുൺ കൂടുതൽ ശ്രദ്ധയോടെ യുപിഐ ഐഡി പരിശോധിക്കുന്നു. ബിന്ദുവിന്റെ പേരിന് താഴെ XXXXXX125 എന്ന് കണ്ടപ്പോൾ അയാൾ ഞെട്ടി. എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ധൃതിയിൽ പേയ്മെന്റുകൾ ചെയ്യുമ്പോൾ ലഭിച്ച പേര് മാത്രം നോക്കി പണം അയക്കും. എന്നാൽ തട്ടിപ്പുകാർ വളരെ വിദഗ്ധമായി വ്യാജ യുപിഐ ഐഡികൾ ഉണ്ടാക്കുന്നു. ഒരു അക്കത്തിന്റെയോ അക്ഷരത്തിന്റെയോ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ. ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. യുപിഐ ഐഡി 2 തവണ പരിശോധിക്കുക. പേയ്മെന്റ് അയക്കുന്നതിന് മുൻപ് പേരും യുപിഐ ഐഡിയും ഒരുമിച്ച് 2 തവണ ശ്രദ്ധിച്ചു വായിക്കുക. ഒരു അക്ഷരത്തെറ്റോ അക്കത്തെറ്റോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കാൻ ശ്രമിക്കുക. ഇത് തെറ്റായ ഐഡിയിലേക്ക് പണം പോവാനുള്ള സാധ്യത കുറയ്ക്കും. ചെറിയ തുക ആദ്യം അയയ്ക്കുക. വലിയ തുക അയക്കുന്നതിനു മുൻപ് 1 രൂപയോ 5 രൂപയോ പോലെ ചെറിയൊരു തുക ആദ്യം അയച്ച് അവർക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബാക്കി തുക അയയ്ക്കുക. സംശയം തോന്നിയാൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഇടപാടിനെക്കുറിച്ച് ചെറിയ സംശയമെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഓർക്കുക, നിങ്ങളുടെ പണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. സുരക്ഷിതമായ ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു.